നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ റിവിഷൻ ചാലഞ്ചിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവൈസ് ചെയ്യാൻ പോകുന്നത് ISROയുടെയും DRDOയുടെയും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതും പഴയതുമായിട്ടുള്ള ഏതൊക്കെ ഉപഗ്രഹങ്ങളാണ്. അത് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ചോദിക്കുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതെല്ലാം കൂടെ ഉൾപ്പെടുത്തി നമുക്ക് എല്ലാം കൂടെ, അതായത് മെയിൻ ആയിട്ടുള്ള ഉപഗ്രഹങ്ങളെല്ലാം തന്നെ ഈ ഒരൊറ്റ ക്ലാസ്സിൽ പറഞ്ഞു തീർക്കാനായിട്ട് ശ്രമിക്കാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ആള് കൽപ്പന 1 അഥവാ മെറ്റ്സാറ്റ്. അപ്പൊ രണ്ട് പേരുകളാണ്. തുടക്കത്തിൽ മെറ്റ്സാറ്റ് എന്നായിരുന്നതിന്റെ പേര്, ഇപ്പൊ അത് കൽപ്പന 1 എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹമാണ് കൽപ്പന 1 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെറ്റ്സാറ്റ് എന്ന് പറയുന്നത്. ഇത് 2002 സെപ്റ്റംബർ 12-നാണ് വിക്ഷേപിക്കുന്നത്. 2002 സെപ്റ്റംബർ 12-നാണ് കൽപ്പന 1 അഥവാ മെറ്റ്സാറ്റ് വിക്ഷേപിക്കുന്നത്. വിക്ഷേപിച്ചത് എവിടെ നിന്നായിരിക്കും? ഉപഗ്രഹങ്ങളുടെ എല്ലാം വിക്ഷേപിക്കുന്നത് ശ്രീഹരിക്കോട്ടയിലാണ്. വിക്ഷേപണ വാഹനം ചോദിക്കാറുണ്ട്. PSLV C4 വഴിയാണ് വിക്ഷേപിച്ചത്. എന്താണ്? വെഹിക്കിളിന്റെ പേരാണ് PSLV C4. മെറ്റ്സാറ്റ് കൽപ്പന 1 എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. അതായത് ആദ്യം മെറ്റ്സാറ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്, പിന്നീട് പുനർനാമകരണം ചെയ്യപ്പെട്ട് കൽപ്പന 1 എന്നാക്കി മാറ്റിയത് 2003 ഫെബ്രുവരി 5-നാണ്. കൽപ്പന ചൗളയുടെ ഉള്ള ബഹുമാനാർത്ഥം. ഇനി കൽപ്പന 1 എന്ന പേര് നൽകിയത് AB വാജ്പേയി ആണ്. AB വാജ്പേയി ആണ് കൽപ്പന 1 എന്ന പേര് നൽകിയത്. അപ്പൊ കൽപ്പന 1 ആണ് എന്ത്? ഏറ്റവും ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹം എന്ന് പറയുന്നത് ഇന്ത്യയുടെ. നെക്സ്റ്റ് ഓഷ്യൻ സാറ്റ്. എന്താണ് ഓഷ്യൻ സാറ്റ്? ഇന്ത്യയുടെ ആദ്യ സമുദ്ര പഠനങ്ങൾക്കായുള്ള ഉപഗ്രഹമാണ് ഓഷ്യൻ സാറ്റ്. അപ്പോൾ ഓഷ്യൻ സാറ്റ് എന്ന് പറയുമ്പോൾ ആലോചിക്കുക, ആദ്യത്തെ സമുദ്ര പഠനങ്ങൾക്കായിട്ടുള്ള ഉപഗ്രഹമാണ്. വിക്ഷേപിച്ചത് 1999 മെയ് 26-നാണ്. ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. വിക്ഷേപണ വാഹനം PSLV C2-ലാണ്. എന്താണ്? PSLV C2-ലാണ് വിക്ഷേപിക്കുന്നത്. അപ്പോൾ ഓഷ്യൻ സാറ്റ് ആദ്യത്തെ സമുദ്ര ഉപഗ്രഹം അല്ലെങ്കിൽ സമുദ്ര പഠനങ്ങൾക്കായിട്ടുള്ള ഉപഗ്രഹമാണ്. നെക്സ്റ്റ് റിസോഴ്സ് സാറ്റ്. എന്താണ്? റിസോഴ്സ് സാറ്റ് എന്നാണ് നെക്സ്റ്റ് ആളുടെ പേര്. റിസോഴ്സ് സാറ്റ് ഭൗമ നിരീക്ഷണത്തിനും വിദൂര സംവേദനത്തിനും വേണ്ടിയിട്ടുള്ള ഉപഗ്രഹം. ഭൗമ നിരീക്ഷണത്തിനും വിദൂര സംവേദനത്തിനും വേണ്ടിയിട്ടുള്ള ഉപഗ്രഹമാണ് റിസോഴ്സ് സാറ്റ് എന്ന് പറയുന്നത്. IRS സീരീസിലെ ഇസ്രോയുടെ 10ാമത്തെ ഉപഗ്രഹമാണ്. IRS സീരീസിലെ ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് സീരീസിലെ ISROയുടെ 10ാമത്തെ വാഹനമാണ് റിസോഴ്സ് സാറ്റ്. 2003 ഒക്ടോബർ 17-നാണ് ഇത് വിക്ഷേപിച്ചത്. അപ്പോൾ വിക്ഷേപണ സ്ഥലം ഒരു ഡൗട്ടും വേണ്ട, ഏതാണ് ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്? ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. അപ്പോൾ ശ്രീഹരിക്കോട്ട PSLV C5-ലാണ് വിക്ഷേപിച്ചത്. വാഹനം ചോദിക്കുവാണെങ്കിൽ PSLV C5 ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് എജ്യൂസാറ്റ്. ഒത്തിരി ക്വസ്റ്റ്യൻ വരുന്ന ഒരു മേഖലയാണ് എജ്യൂസാറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എജ്യൂസാറ്റ് എന്താണെന്ന്, പേരിനകത്ത് തന്നെയുണ്ട്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എജ്യൂസാറ്റ്. വിദ്യയുടെ ഉപഗ്രഹം എന്നറിയപ്പെടുന്നത് എജ്യൂസാറ്റ് ആണ്. വിദ്യയുടെ ഉപഗ്രഹം എന്നറിയപ്പെടുന്നത് എജ്യൂസാറ്റ് ആണ്. വിക്ഷേപിക്കുന്നത് 2004 സെപ്റ്റംബർ 20-നാണ്. 2004 സെപ്റ്റംബർ 20-നാണ്. വിക്ഷേപണ സ്ഥലം ശ്രീഹരിക്കോട്ടയാണ്. വിക്ഷേപണ വാഹനം നോക്കി വെക്കുക, GSLV. PSLV അല്ല, GSLV F01-ലാണ് വിക്ഷേപിക്കുന്നത്. GSLV ആണ്, PSLV അല്ല. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് കാർട്ടോസാറ്റ് 1. എന്താ കാർട്ടോസാറ്റ് 1 എന്ന് പറയുന്നത്? ഭൂപടങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി, കാർട്ടോ എന്ന് പറയുമ്പോൾ ഭൂപടങ്ങൾ, എന്താ കാർട്ടോ ഭൂപടങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് 1 എന്ന് പറയുന്നത്. 2005 മെയ് 5-നാണ് വിക്ഷേപിച്ചത്. വിക്ഷേപണ സ്ഥലം ശ്രീഹരിക്കോട്ടയാണ്. വിക്ഷേപണ വാഹനം PSLV C6 ആണ്. C6-ലാണ് വിക്ഷേപിക്കുന്നത്. PSLV C6-ലാണ് വിക്ഷേപിച്ചത്. അത് കഴിഞ്ഞ് കാർട്ടോസാറ്റ് 2 ഉണ്ട്. 1 കഴിഞ്ഞ് 2 ഉണ്ട്. വിക്ഷേപിക്കുന്നത് 2007 ജനുവരി 10-നാണ് കാർട്ടോസാറ്റ് 2 വിക്ഷേപിക്കുന്നത്. എന്തായിരിക്കും ഉദ്ദേശം? ഭൂപടങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത് തന്നെയാണ് കാർട്ടോ വരുന്നിടത്തെല്ലാം. വിക്ഷേപണ വാഹനം നോക്കി വെക്കണം. PSLV C7-ലാണ് വിക്ഷേപിച്ചത്. PSLV C7-ലാണ് കാർട്ടോസാറ്റ് 2 വിക്ഷേപിക്കുന്നത്. ഇത് ഗഗൻയാൻ പ്രോജക്റ്റിന് വേണ്ടി സ്പേസ് ക്യാപ്സ്യൂൾ റിക്കവറി എക്സ്പെരിമെന്റ് വിക്ഷേപണം നടത്തി. നെക്സ്റ്റ് കാർട്ടോസാറ്റ് 2A. 2 കഴിഞ്ഞ് 2A. അത് വിക്ഷേപിച്ച വർഷം 2008, തൊട്ടടുത്ത വർഷം 2008 ഏപ്രിൽ 28-നാണ്. ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. നെക്സ്റ്റ് റിസാറ്റ് 1. എന്താണ്? റിസാറ്റ് 1 എന്നാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ് റിസാറ്റ് 1. എപ്പോഴും ചോദിക്കാറുണ്ട്, ഇന്ത്യ ആദ്യമായി സ്വന്തമായി തദ്ദേശീയമായി നിർമ്മിച്ച റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ് റിസാറ്റ് 1. വിക്ഷേപിക്കുന്നത് 2012-ലാണ്. 2012 ഏപ്രിൽ 26-നാണ് വിക്ഷേപിച്ചത്. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് തന്നെയാണ് വിക്ഷേപിച്ചത്. ഏത് വെഹിക്കിളിലാണ്? ലോഞ്ചിങ് വെഹിക്കിൾ ചോദിക്കുവാണെങ്കിൽ PSLV C19-ലാണ് റിസാറ്റ് 1 വിക്ഷേപിച്ചത്.
വിക്ഷേപിക്കുന്നത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, റിസാറ്റ് 1. നെക്സ്റ്റ് ജുഗ്നു. എന്താണ് ജുഗ്നു എന്നാണ് നെക്സ്റ്റ് ആളുടെ പേര്. ഇന്ത്യയുടെ ആദ്യ നാനോ ഉപഗ്രഹമാണ് ജുഗ്നു. എന്താ ജുഗ്നു? ഇന്ത്യയുടെ ആദ്യ നാനോ ഉപഗ്രഹം കാൺപൂരിലെ IIT വിദ്യാർത്ഥികളാണ് നിർമ്മിച്ചത്. എന്താണ് കാൺപൂർ IIT വിദ്യാർത്ഥികൾ നിർമ്മിച്ച ആദ്യത്തെ നാനോ ഉപഗ്രഹമാണ് ജുഗ്നു എന്ന് പറയുന്നത്. 2011 ഒക്ടോബർ 12-നാണിത് വിക്ഷേപിക്കുന്നത്. അപ്പം 2011 ഒക്ടോബർ 12-ന് വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യ നാനോ ഉപഗ്രഹമാണ് ജുഗ്നു. എവിടത്തെ ആൾക്കാരാ? IIT കാൺപൂരിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ചു. നെക്സ്റ്റ് സരൾ. ഇതാണ് സരൾ എന്ന പേര്. സമുദ്ര പഠനത്തിന് വേണ്ടിയുള്ള ഇന്ത്യയുടെയും ഫ്രാൻസിന്റെയും സംയുക്ത സംരംഭം. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. സമുദ്ര പഠനത്തിനായിട്ട് ഇന്ത്യയുടെ കൂടെ ഉപഗ്രഹം നിർമ്മിക്കാനായിട്ട് കൂടെ നിന്ന ആളാരാണ്? ഫ്രാൻസ് ആണ്. അപ്പൊ ഇന്ത്യയുടെയും ഫ്രാൻസിന്റെയും സംയുക്തമായിട്ടുള്ള ഒരു സംരംഭമാണ് സരൾ. എന്തിനു വേണ്ടിയിട്ട്? സമുദ്ര പഠനം. സമുദ്രം സരൾ. ഓക്കെ ആണല്ലോ. ഇത് വിക്ഷേപിക്കുന്നത് 2013-ലാണ്. ഫെബ്രുവരി 25-നാണ് വിക്ഷേപിച്ചത്. ഇത് വിക്ഷേപിച്ച വാഹനം PSLV C-20-ലാണ് വിക്ഷേപിക്കുന്നത്. 20 PSLV C-20-ലാണ് നമ്മുടെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് തന്നെയാണ് വിക്ഷേപിച്ചത്. അപ്പോൾ കൂടെ നിന്നത് ഫ്രാൻസ് ആണെന്ന് ആലോചിക്കാം. നെക്സ്റ്റ് അനുസാറ്റ്. എന്താണ്? അനുസാറ്റ് ആണ് അടുത്തത് അനുസാറ്റ്. ഓരോ പേരുകൾ ഓർക്കുക, സമയമില്ലാത്തതുകൊണ്ടാണ് ഓടി പോകുന്നത്. അനുസാറ്റ് ISROയുടെ മേൽനോട്ടത്തിൽ ഇന്ത്യയിലെ ഒരു സർവകലാശാല നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം. ഒന്നുകൂടെ പറയാം. ISROയുടെ മേൽനോട്ടത്തിൽ ഇന്ത്യയിലെ ഒരു സർവകലാശാലയിൽ നിർമ്മിച്ച ആദ്യ ഉപഗ്രഹമാണ് അനുസാറ്റ് എന്ന് പറയുന്നത്. ഇത് രൂപീകരിച്ചത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയാണ്? അണ്ണാ യൂണിവേഴ്സിറ്റിയാണ് നിർമ്മിച്ചത്. 2009 ഏപ്രിൽ 20-നാണ് വിക്ഷേപിക്കുന്നത്. അപ്പോൾ അനുസാറ്റ് ആരാ നിർമ്മിച്ചത്? ഒരു യൂണിവേഴ്സിറ്റിയാണ്, അണ്ണാ യൂണിവേഴ്സിറ്റി. ആരുടെ മേൽനോട്ടം? ISROയുടെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം അനുസാറ്റ്. വിക്ഷേപിച്ച വർഷം 2009 ഏപ്രിൽ 20. ഓക്കെ ആണല്ലോ. അടുത്തത് GSLV മാർക്ക് 3. എന്താ GSLV മാർക്ക് 3 എന്ന് പറയുന്നത്? ഭാരമേറിയ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിക്കാൻ പര്യാപ്തമായ വിക്ഷേപണ വാഹനം. എന്താ? ഭാരമേറിയ ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാൻ പര്യാപ്തമായിട്ട് ഉണ്ടാക്കുന്ന വിക്ഷേപണ വാഹനമാണ് GSLV മാർക്ക് 3. ഭാരം കൂടിയ ഉപഗ്രഹങ്ങളെ അതുവരെ വിക്ഷേപിക്കാനായിട്ട് കുറച്ച് പ്രയാസമായിരുന്നു. GSLV മാർക്ക് 3 എന്ന് പറയുന്നത് എന്താണ്? ഭാരമേറിയ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് വിക്ഷേപിച്ച വാഹനമാണ്. 2014 ഡിസംബർ 18-നാണിത് വിക്ഷേപിച്ചത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് PSLV C-21. PSLV C-21 എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ISROയുടെ 100-ാമത്തെ ദൗത്യമാണ് PSLV C-21. ISROയുടെ 100-ാമത്തെ ദൗത്യം PSLV C-21. അതുകൊണ്ട് അത് എടുത്തു പഠിക്കാം. ഇത് 2012 സെപ്റ്റംബർ 9-നാണ് വിക്ഷേപിച്ചത്. അപ്പം 100-ാമത്തെ ആയതുകൊണ്ട് എടുത്തു പഠിക്കുക. റിസാറ്റ് എടുത്തു പഠിക്കുക. അനുസാറ്റ് എടുത്തു പഠിക്കുക. GSLV മാർക്ക് 3 എന്താണെന്ന് മനസ്സിലാക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഭുവൻ. എന്താണ് ഭുവൻ? ഭൗമ ഉപരിതലത്തിലെ ത്രിമാന ദൃശ്യങ്ങൾ 3D വ്യൂവും വിമാന ദൃശ്യങ്ങളും പകർത്തുന്നതിനായിട്ട് ISRO വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിന്റെ പേരാണ് ഭുവൻ. ഇതാണ് ISRO വികസിപ്പിച്ചെടുത്ത ഒരു സോഫ്റ്റ്വെയർ ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഭൗമ ഉപരിതലത്തിലെ, ഭൂമിയുടെ ആ ഉപരിതലത്തിലെ ത്രിമാന ദൃശ്യങ്ങൾ 3D പിക്ചേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടും ദ്വിമാന ദൃശ്യങ്ങൾ, ദ്വിമാന ദൃശ്യങ്ങൾ 2D കിട്ടാൻ വേണ്ടിയിട്ടും ആരംഭിച്ച ISRO വികസിപ്പിച്ചെടുത്ത ഒരു സോഫ്റ്റ്വെയർ ആണ് ഭുവൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചന്ദ്രയാൻ 1. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരാൻ പറ്റുന്ന ഒരു മേഖലയാണ് ചന്ദ്രയാൻ 1 എന്ന് പറയുന്നത്. ചന്ദ്രയാൻ 1-നെ പറ്റി പറയുമ്പം ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്ര ഉപഗ്രഹമാണ് അല്ലെങ്കിൽ ചന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ 1. വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22. 2008 ഒക്ടോബർ 22-നാണ് വിക്ഷേപിക്കുന്നത്. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച വാഹനം നോക്കിയേക്കുക. PSLV C-11-ലാണ് വിക്ഷേപിക്കുന്നത്. ഭാരം 1380 കിലോഗ്രാം ആയിരുന്നു. 386 കോടി രൂപ ചെലവിട്ടിട്ടാണ് ഇത് നിർമ്മിക്കുന്നത്. ഇത് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ കയറിയ വർഷം 2008 നവംബർ 8-ന് ഭ്രമണപഥത്തിൽ കയറുന്നു. ഇത് ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയ വർഷം ഡേറ്റ് ആണ് നവംബർ 14, 2008. ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നൽകിയത് AB വാജ്പേയി ആണ്. ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങാൻ സഹായിച്ച ഭാഗം ഏതാണ്? മൂൺ ഇമ്പാക്ട് പ്രോബ്. എന്താണ്? മൂൺ ഇമ്പാക്ട് പ്രോബാണ് ഇടിച്ചിറങ്ങാൻ ഹെൽപ്പ് ചെയ്ത ഭാഗം. ഇടിച്ചിറങ്ങിയ ചന്ദ്രനിലെ ഭാഗം നോക്കുക. ഷാക്കിൾട്ടൺ ഗർത്തത്തിലാണ് ചന്ദ്രയാൻ 1 ഇടിച്ചിറങ്ങിയത്. ചന്ദ്രനെ കുറിച്ച് പഠിക്കാൻ പേടകം വിക്ഷേപിക്കുന്ന 4-ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ചന്ദ്രനെ കുറിച്ച് പഠിക്കാൻ പേടകം വിക്ഷേപിക്കുന്ന 4-ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ചന്ദ്രയാൻ വിക്ഷേപണത്തിന് സഹായം നൽകിയ രാജ്യം
റഷ്യ എല്ലാവർക്കും അറിയാം. ചന്ദ്രയാനിലെ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ 11 എണ്ണമാണ്. ചന്ദ്രയാൻ പ്രവർത്തനം നിലയ്ക്കുന്നത് 2009 ഓഗസ്റ്റ് 29, ഏകദേശം 1 വർഷം ആറായപ്പം നിലച്ചു. ചന്ദ്രയാൻ വിക്ഷേപണ സമയത്തെ ISROയുടെ ചെയർമാൻ മാധവൻ നായരുണ്ടല്ലോ. ചന്ദ്രയാൻ വിക്ഷേപണ സമയത്തെ പ്രോജക്ട് ഡയറക്ടർ M അണ്ണാദുരൈ. ഓക്കെ ആണല്ലോ. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ്സ് ആണ്, ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ചന്ദ്രയാൻ 2 ആണ് പറയാൻ പോകുന്നത്. ഇന്ത്യയുടെ രണ്ടാമത്തെ ചന്ദ്രയാൻ പര്യവേഷണ ഉപഗ്രഹമാണ് ചന്ദ്രയാൻ 2 എന്ന് പറയുന്നത്. ചന്ദ്രയാൻ 1 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ കണ്ടെത്തിയ ഐസിന്റെ സാന്നിധ്യം ഉറപ്പിക്കുവാനും അതിനെക്കുറിച്ച് പഠിക്കുവാനും വേണ്ടിയാണ് ചന്ദ്രയാൻ 2 വിക്ഷേപിക്കുന്നത്. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച ഡേറ്റ് 22 ജൂലൈ 2019 അത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് വിക്ഷേപിക്കുന്നത്. ഇതിന്റെ വാഹനം പഠിച്ചു വെക്കുക, PSLV അല്ല GSLV Mark 3 M1 വിക്ഷേപിക്കുന്നത്. ചന്ദ്രയാൻ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്ന ചന്ദ്രയാൻ 2വിന്റെ ലാഡർ അറിയപ്പെടുന്ന പേര് എല്ലാവർക്കും അറിയാം, വിക്രം. ചന്ദ്രോപരിതലത്തിൽ പര്യവേഷണം നടത്തുന്ന ചന്ദ്രയാൻ 2വിന്റെ റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ അല്ലെ, പ്രഗ്യാൻ എന്നാണ് റോവർ അറിയപ്പെടുന്നത്. ചന്ദ്രയാൻ 2വിന്റെ പ്രോജക്ട് ഡയറക്ടർ മുത്തയ്യ വനിതയാണ്. ചന്ദ്രയാൻ 2വിന്റെ മിഷൻ ഡയറക്ടർ ആരാണ്? ഋതു കരിതാൽ ശ്രീവാസ്തവ. ചന്ദ്രയാൻ 2 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ശിവനാണ് അല്ലെ, K ശിവനാണ്. ടോട്ടൽ ചെലവ് എത്രയാണ്? 978 കോടി രൂപയാണ്. 2019 സെപ്റ്റംബർ 7 ചന്ദ്രന്റെ 2.1 കിലോമീറ്റർ അടുത്തെത്തിയത് വരെയുള്ള ചന്ദ്രയാൻ 2 മുൻ നിശ്ചയിച്ച പാതയിൽ നിന്നും തെന്നിമാറുകയും വിക്രം ലാൻഡറിൽ നിന്നുമുള്ള സിഗ്നൽ നഷ്ടപ്പെടുകയും ചെയ്തു. ആ സമയത്ത് ന്യൂസിലൊക്കെ കാണിക്കായിരുന്നു അല്ലേ, എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു, വിഷമകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. നെക്സ്റ്റ് മംഗൾയാൻ. മംഗൾയാൻ എന്താണ്? മംഗൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊവ്വാ ദൗത്യമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ചൊവ്വാ ദൗത്യമാണ് മംഗൾയാൻ. ഇന്ത്യയുടെ ആദ്യത്തെ ഇന്റർ പ്ലാനറ്ററി ദൗത്യമാണ്. അപ്പൊ 2 ക്വസ്റ്റ്യൻ, ആദ്യത്തേത് ചോദിക്കാം, ഇന്റർ പ്ലാനറ്ററി ചോദിക്കാം. ആദ്യത്തെ മംഗൾയാൻ രൂപകൽപ്പന ചെയ്യുന്നത് ആരാണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ സാറ്റലൈറ്റ് സെന്റർ ആണ്. ഇന്ത്യൻ റിസർച്ച് ഓർഗനൈസേഷൻ സാറ്റലൈറ്റ് സെന്റർ ആണ് നമ്മുടെ മംഗൾയാൻ രൂപകൽപ്പന ചെയ്തത്. വിക്ഷേപിക്കുന്നത് 2013 നവംബർ 5 മംഗൾയാൻ വിക്ഷേപണ വാഹനം ഏതാണെന്ന് ചോദിക്കാം. PSLV കേട്ടോ, GSLV അല്ല, PSLV C-25 വിക്ഷേപിച്ചത്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ കയറിയ ഡേറ്റ് 2014 സെപ്റ്റംബർ 24. ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വ പര്യവേഷണം വിജയിച്ച രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ ചൊവ്വ ദൗത്യം മംഗൾയാനാണ്. ചൊവ്വ ദൗത്യം വിജയിപ്പിച്ച ആദ്യ ഏഷ്യൻ രാജ്യവും നമ്മുടെ ഇന്ത്യയാണ്. ചൊവ്വ പര്യവേഷണ ദൗത്യം വിജയിക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. റോസ്കോസ്മോസ് റഷ്യ, നാസ USA ആണ്. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി എന്നിവയ്ക്ക് ശേഷം ഭ്രമണപഥത്തിലെത്തുന്ന 4ാമത് ബഹിരാകാശ ഏജൻസിയാണ് ISRO എന്ന് പറയുന്നത്. ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ എത്തിയ ആദ്യ രാജ്യം ചോദിക്കുകയാണെങ്കിലും ഇന്ത്യയാണ്. മംഗൾയാനിലെ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ 5 കേട്ടോ, 5. ചൊവ്വ പര്യവേഷണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യമാണ് ഫിജി. മംഗൾയാൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് MOM എന്ന് വിളിക്കുന്ന മാർസ് ഓർബിറ്റർ മിഷൻ. അപ്പം മംഗൾയാന്റെ മറ്റൊരു പേരാണ് MOM, മാർസ് ഓർബിറ്റർ മിഷൻ. ഓക്കെ ആണല്ലോ. പിന്നീട് ഇതിന്റെ പ്രോജക്ട് ഡയറക്ടേഴ്സിനെ പറ്റിയിട്ട് നോക്കാം. ISROയുടെ ചെയർമാൻ ഈ സമയത്ത് K രാധാകൃഷ്ണനായിരുന്നു ഇതിനകത്ത് പങ്കുവഹിച്ചത്. പ്രോഗ്രാം ഡയറക്ടർ M അണ്ണാദുരൈ, പ്രോജക്ട് ഡയറക്ടർ S അരുണൻ. നെക്സ്റ്റ് ഗഗൻയാൻ മിഷൻ. അപ്പൊ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ഇനിയും പ്രതീക്ഷിക്കുന്നത് ഗഗൻയാനിൽ നിന്നാണ്. 2022 ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ISROയുടെ ആ ഒരു ദൗത്യമാണ് ഗഗൻയാൻ എന്ന് പറയുന്നത്. ഗഗൻയാന്റെ വിക്ഷേപണ വാഹനം ഏതാണ്? GSLV Mk3 ആണ്. ഗഗൻയാൻ ദൗത്യത്തിന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ റഷ്യ, ഫ്രാൻസ് ആണ്. ഗഗൻയാൻ ദൗത്യത്തിൽ ബഹിരാകാശത്തേക്ക് പോകുന്ന സഞ്ചാരികളുടെ എണ്ണം 3 ആണ് അല്ലെ. പരിശീലനം നടത്തുന്നവരുടെ എണ്ണം 4. ഇതിനകത്ത് 3 പേരെയാണ് അയക്കുന്നത്. 5 മുതൽ 7 ദിവസം വരെ സ്പേസിൽ പോകാമെന്നുള്ളതാണ് ലക്ഷ്യം അല്ലെ. ഗഗൻയാൻ സഞ്ചാരികളുടെ പരിശീലനത്തിനായി ISRO രൂപീകരിച്ച സ്ഥാപനമാണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ എന്ന് പറയുന്നത്. ബാംഗ്ലൂരിലാണ്. ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിന്റെ ആദ്യ ചെയർമാനായ മലയാളിയെ ചോദിക്കാം. ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായരാണ്. ഗഗൻയാൻ പദ്ധതിയുടെ പ്രോജക്ട് ഡയറക്ടർ R ഹട്ടൻ. ഓക്കെ ആണല്ലോ. ഗഗൻയാൻ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്ന മലയാളി ശാസ്ത്രജ്ഞ BR ലളിത അംബിക.
അല്ലെങ്കിൽ ലളിതാംബിക. 3 വിമാനങ്ങളാണ് ഓർബിറ്റിലേക്ക് അയക്കുന്നത്. അതിൽ 2 എണ്ണം ആളില്ലാത്തതാണ് അല്ലേ. അതിപ്പോൾ 2021 ഈ വർഷം ഡിസംബറിൽ ആദ്യത്തെ അൺമാൻഡ് ആയിട്ടുള്ള വിക്ഷേപണം ചെയ്യുന്നുണ്ട്. അത് ലേറ്റസ്റ്റ് ആയിട്ട് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. ഈ 2021 ഡിസംബറിലാണ് ആദ്യമായിട്ട് ആളില്ലാത്ത പരീക്ഷിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഫെബ്രുവരി ആണെന്ന് തോന്നുന്നു, 22 ഫെബ്രുവരിയിൽ അങ്ങനെ രണ്ടാമത് അയക്കുന്നുണ്ട്. ഇതിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 10,000 കോടിയാണ്. ഗഗൻയാൻ പദ്ധതിക്കായി ബഹിരാകാശ യാത്രികളെ തിരഞ്ഞെടുക്കുന്നതിനും പരിശീലിപ്പിക്കുന്നതിനുമായി റഷ്യൻ കമ്പനിയായ ഗ്ലാവ്കോസ്മോസുമായി ISROയുടെ ഒരു കരാർ അഥവാ എഗ്രിമെന്റ് ഉണ്ട്. ഫ്രഞ്ച് സ്പേസ് ഏജൻസിയായ CNES ആണ് സ്പേസ് മെഡിസിൻ, ആസ്ട്രോനോട്ട് ഹെൽത്ത് മോണിറ്ററിംഗ്, ലൈഫ് സപ്പോർട്ട്, റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, സ്പേസ് ഡെബ്രിസ് പ്രൊട്ടക്ഷൻ, പേഴ്സണൽ ഹൈജീൻ സിസ്റ്റം എന്നിവയ്ക്ക് സഹായിക്കുന്നത്. അപ്പോൾ റഷ്യയും ഫ്രാൻസും ആണ് നമ്മുടെ കൂടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഓരോന്നും ഇപ്പോൾ സ്പേസ് മെഡിസിൻ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഹൈജീൻ പ്രോബ്ലംസ് ഒന്നും വരാതിരിക്കാൻ അതെല്ലാം പേഴ്സണൽ ഹൈജീൻ സിസ്റ്റം ഇതെല്ലാം ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഫ്രാൻസ് ആണ്. ഗഗൻയാൻ ദൗത്യത്തിന് ഉപയോഗിക്കുന്ന GSLV Mk3 അല്ലെങ്കിൽ മാർക്ക് 3 റോക്കറ്റിന്റെ ഫലപ്രാപ്തി പരിശോധിക്കുന്നതിനായി ISRO അയക്കുന്ന അർദ്ധ ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ പേരാണ് വ്യോമമിത്ര. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഗഗൻയാനകത്താണ് വ്യോമമിത്ര വരുന്നത്. ഒരു റോബോട്ടിന്റെ പടമൊക്കെ വെച്ചിട്ട് ഉള്ളടക്കം ഉണ്ടായിരുന്നല്ലോ, എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ്സ് ആണ് ഇതൊക്കെ. നമ്മളൊന്ന് ഓടിച്ചിട്ട് പറയുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ആസ്ട്രോസാറ്റ് ആണ്. ആസ്ട്രോസാറ്റ് ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ നിരീക്ഷണ ഉപഗ്രഹം. ആദ്യത്തെ ബഹിരാകാശ നിരീക്ഷണ ഉപഗ്രഹമാണ്. ലോകത്തിൽ USA, റഷ്യ, ജപ്പാൻ, യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നിവയ്ക്ക് ശേഷം ബഹിരാകാശ നിരീക്ഷണ ഉപഗ്രഹമുള്ള 5ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിന് നേർക്ക് തുറന്നു വെക്കുന്ന ഇന്ത്യയുടെ കണ്ണ് എന്നാണ് ആസ്ട്രോസാറ്റിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. 5ാമത്തെ രാജ്യമാണ് ബഹിരാകാശ നിരീക്ഷണ ഉപഗ്രഹമുള്ള 5ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അപ്പൊ ഈ ഒരു ടേമും കൂടെ ഓർത്തിരിക്കുക. പ്രപഞ്ചത്തിന് നേർക്ക് തുറന്നു വെക്കുന്ന ഇന്ത്യയുടെ കണ്ണ് എന്നറിയപ്പെടുന്നത് ആസ്ട്രോസാറ്റ് ആണ്. 2015 സെപ്റ്റംബർ 28-നാണ് ഇത് വിക്ഷേപിച്ചത്. ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. PSLV C-30 ഇത് വിക്ഷേപിച്ചത്. അപ്പൊ ലോഞ്ചിങ് വെഹിക്കിൾ എപ്പോഴും പഠിച്ചു വയ്ക്കാം. ആദ്യമായാണ് അമേരിക്കയിൽ നിന്നുള്ള ഉപഗ്രഹം ഇന്ത്യ വിക്ഷേപിക്കുന്നത്. എന്താണ് ആദ്യമായാണ് അമേരിക്കയിൽ നിന്നുള്ള ഉപഗ്രഹം ഇന്ത്യ വിക്ഷേപിക്കുന്നത്, അതും കൂടെ ഓർത്ത് വെച്ചേക്കാം. നെക്സ്റ്റ് മിഷൻ ശക്തി. എന്താ മിഷൻ ശക്തിയാണ് ഉപഗ്രഹ വേദ മിസൈലാണത്. എന്താണ് മിഷൻ ശക്തി എന്ന് പറയുന്നത് ഉപഗ്രഹ വേദ മിസൈലാണ്. DRDOയും ISROയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത മിസൈലാണിത്. പരീക്ഷണം നടന്നത് 2019 മാർച്ച് 27-നാണ്. ഉപഗ്രഹവേദ മിസൈൽ ഉള്ള 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അപ്പം മുമ്പിലുള്ളത് USA, റഷ്യ, ചൈന. വിക്ഷേപണ സ്ഥലം APJ അബ്ദുൽ കലാം ദ്വീപ്, ഒഡീഷ. അപ്പോൾ APJ അബ്ദുൽ കലാം ദ്വീപ് ഒഡീഷയിൽ നിന്നാണ് മിഷൻ ശക്തി എന്ന് പറയുന്ന മിസൈൽ പരീക്ഷിച്ചത്. നെക്സ്റ്റ് റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ പ്രോഗ്രാം ആണ്. അതൊന്ന് നോക്കി വയ്ക്കാം. വിക്ഷേപിക്കുന്നത് 2016 മെയ് 23-നാണ്. ഇന്ത്യയുടെ ആദ്യത്തെ പുനരുപയോഗിക്കാൻ കഴിയുന്ന വിക്ഷേപണ വാഹനമാണിത്. പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയത് 2016-ലാണ്. ആദ്യ പരീക്ഷണത്തിൽ വാഹനത്തെ തിരിച്ചിറക്കിയത് വെള്ളത്തിലാണ്. കരയിൽ ഇറക്കാനുള്ള പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കർണാടകത്തിലെ ചിത്രദുർഗ ജില്ലയിലെ ചല്ലക്കേറ എന്ന സ്ഥലത്താണ് ലാൻഡിംഗ് പാഡ് തയ്യാറാക്കുന്നത്. അപ്പം വിക്ഷേപിച്ചത് 2016 മെയ് 23-ന് റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇന്ത്യയുടെ ആദ്യത്തെ പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം. പുനരുപയോഗിക്കാവുന്ന, ഒരു വട്ടമല്ല പിന്നെയും ഉപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം, അതായത് ലോഞ്ചിങ് വെഹിക്കിൾ ആണ് റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പം ഒറ്റ ക്ലാസ്സിൽ നമുക്ക് ഇതെല്ലാം കൂടെ കവർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു, പക്ഷെ തീരത്തില്ല. നമുക്ക് ഒറ്റയടിക്ക് ഇതെല്ലാം കൂടെ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അപ്പം നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് പാർട്ടായിട്ട് നമ്മൾ ഈ ISROയുടെ ബാക്കിയുള്ളതും കറണ്ട് അഫയേഴ്സും കൂടെ ഉൾപ്പെടുത്തി പ്ലസ് DRDOയുടെ സാറ്റലൈറ്റ്സും അല്ലെങ്കിൽ മിഷൻസും മിസൈൽസും എല്ലാം കൂടെ ഉൾപ്പെടുത്തി നമുക്കൊരു ക്ലാസ് കൂടെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.